അത് ഇന്ന് നാളെ പേരെ കംപ്ലീറ്റ് താമർത്തണം. എന്റെ പേരടക്കം വിളിക്കും മന്നി നാളെ ചെയ്യാം. മലപ്പുറം ജില്ലയിലെ തിരൂർ പുറത്തൂർ ചിറക്കലങ്ങാടിയിൽ ഇന്നലെ സനൽ എന്ന് പറയുന്ന വ്യക്തി നടത്തിയ അക്രമത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഞാനിപ്പോൾ ഉള്ളത് ആ വീട്ടിലാണ്. നമുക്ക് ആ വീട്ടിൻ്റെ ഒരു വൈഡ് ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ ആ വീടിൻ്റെ ജനൽച്ചില്ലകൾ ഉൾപ്പെടെ അടിച്ച് തകർക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 2 മണിയോട് കൂടിയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ആരംഭിക്കുന്നത്. ഈ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന 3 ബൈക്കുകൾ പൂർണ്ണമായി അടിച്ച് തകർത്തിട്ടുണ്ട്. കയ്യിലുണ്ടായിരുന്ന ഒരു വാള് പോലുള്ള ഉപകരണം, ഒരു ആയുധം വെച്ചാണ് ഇതൊക്കെ അടിച്ച് തകർത്തിട്ടുള്ളത്. നമുക്ക് ആ ലൈറ്റുകളൊക്കെ നോക്കിയാൽ അറിയാം പൂർണ്ണമായി തകർത്തിട്ടുണ്ട്. ഈ ബൈക്കിൻ്റെ ടാങ്ക് ഉൾപ്പെടെ പൂർണ്ണമായി തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ദൃശ്യങ്ങൾ പകർത്തിയ അതിൽ പരിക്കേറ്റ വ്യക്തിയുടെ ഭാര്യ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇന്നലെ ഫുട്ബോൾ കളി കാണുന്നതിനിടയിലാണ് ഈ സംഭവങ്ങളൊക്കെ അല്ലേ? അതെ അതെ അതെ, ഫുട്ബോളിൽ ഉണ്ടായതുകൊണ്ട് തന്നെ അവർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ ജ്യേഷ്ഠന് തൊട്ടപ്പുറത്തുള്ള ഒരു പാർട്ടി ഓഫീസിൽ നിന്നിട്ട് കളി കാണാൻ വേണ്ടി പോയതായിരുന്നു. അവിടെ വെച്ചിട്ടാണ് അയാളെ മർദ്ദിച്ചത്. അയാളെ മർദ്ദിച്ചതിനെ തുടർന്നിട്ട് അയാൾ വിളിച്ചതിൻ്റെ ഇതിലായിട്ടാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ ഇവിടുന്ന് അന്വേഷിക്കാൻ ഇറങ്ങിയത്. അപ്പോഴാണ് അവർ ഓടി വന്നത്. ഇവരിവിടെ നിൽക്കുന്നത് കണ്ടത് ഓടി വരലും ആക്രമണവും ഒരുമിച്ചായിരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തുള്ളൊരു ആക്രമണമായിരുന്നു ഉണ്ടായിരുന്നത്. ഇയാൾ ലഹരിക്ക് അടിമയാണല്ലേ? ലഹരിക്ക് അടിമ എന്ന് പറയാൻ പറ്റില്ല. അതിനേക്കാളും നമ്മൾ വലിയൊരു വാക്ക് ഉപയോഗിക്കേണ്ടി വരും അദ്ദേഹത്തിനെ നമ്മൾ പറയണമെങ്കിൽ. ലഹരിൻ്റെ അടിമ എന്ന് പറയാൻ വയ്യ. അത്രയും മാരകമായിട്ട് ലഹരി ഉപയോഗിച്ചിട്ട് മാരകമായിട്ട് നമ്മുടെ സമൂഹത്തിനെ ബാധിക്കുന്ന രീതിയിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെതിരെ ഒരുപാട് പരാതികളും ഒരുപാട് കേസുകളും സ്റ്റേഷനിൽ നിലനിൽക്കുന്നുണ്ട്. ഈ നിന്ന സമയത്ത് അദ്ദേഹം ഒരു കൂസലും ഇല്ലാതെ നടക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനവും ഇതും നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. അപ്പം ഇതിപ്പോ ഈ ഇന്നലെ താങ്കൾക്ക് ഉൾപ്പെടെ മർദ്ദനം ഏറ്റിട്ടുണ്ട്. ശരിക്കും ഇന്നലെ സംഭവിച്ചു? ശരിക്കും അവർ 3 ആള് ഇങ്ങോട്ട് വന്നിട്ട് 3 ആളുണ്ട് അവർ. അപ്പോൾ ഞാനും ഇവിടെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ വന്ന് വടിവാള് മിന്നി അടിച്ച് യാതൊരു പ്രകോപനം ഇല്ലാതെ അനിയനെ അവിടുന്ന് ഇവിടെ പാർട്ടി ഓഫീസിൽ നിന്ന് അടിച്ച് അനിയനെ ഇവൻ്റെ പാപ്പാനെ എൻ്റെ നേരെ താഴെ അനിയനെ. അപ്പോൾ അതറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഒച്ചപ്പാട് കേട്ടപ്പോൾ ഞങ്ങൾ അറിഞ്ഞത്. അപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. അതിനാല് അടി ഉണ്ടായത്. അദ്ദേഹത്തിന്റെ തലയ്ക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. വെട്ടിയതാണ്, വാളറ്റ് വെട്ടിയതാണ്. അത് തടുത്തതാണ്. മൂപ്പരെ വെട്ടിയപ്പോൾ തടുത്തതാണ്. 3 ആളെ പേരെടുത്തും വാളുണ്ടായിരുന്നു. നമ്മൾ ഫ്രീ ഹാൻഡല്ലേ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ലഹരി സംഘത്തിന്റെ ഇത് അവർ സ്ഥിരം ഇവിടെ ഒരു നാട്ടുകാർക്ക് മൊത്തം അറിയത്. അവർ NDMA വിൽക്കണത്, മയക്കുമരുന്ന് വിൽക്കണമൊക്കെ, ഇഞ്ചക്ഷനൊക്കെ ഈ റോട്ടിൽ വന്ന് ചെയ്യലാണ്. ഈ പുതിയ റോട്ടിൽ അല്ലേ, ഈ റോട്ടിൽ വന്നിട്ട് ചെയ്യലാണ്. അത് ഞങ്ങൾ ഇവിടുന്ന് കാണല്ല, ലൈവായിട്ട് കാണുന്നതാ. പരാതി കൊടുത്തിരുന്നു. ആർക്കും പേടിയായിട്ട് കൊടുക്കാതിരിക്കാം. പക്ഷെ നമുക്ക് പേടിയില്ല. പരാതി പറഞ്ഞാൽ ആക്രമിക്കുമോ എന്ന പേടി. പേടിയാണ്. പക്ഷെ നമുക്ക് പേടിയില്ല. ഞാൻ മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്ന ആളാണ്. ഞാൻ ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപകനാണ്. ഒരു 5-6 സ്കൂളിൽ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. കരാട്ട അധ്യാപകനാ. ഈ പ്രദേശത്ത് വെച്ചൊക്കെ ലഹരി കൈമാറ്റം നടക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ബിൽഡിങ്ങിലുണ്ട്, ഈ റോട്ടിലുണ്ടാവും. ഈ അങ്ങോട്ടുള്ള റോഡിലും ഇങ്ങോട്ടുള്ള റോഡിലൊക്കെ ഉണ്ടാവും. മയക്കുമരുന്നും കഞ്ചാവും എല്ലാതും ഉണ്ടാവും. ഇഞ്ചക്ഷൻ ഒക്കെ ഇവിടുന്ന് കുട്ടികൾ വന്നിട്ട് അടിച്ചു കൊടുക്കലാ. എത്രയും പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ അടിച്ചു കൊടുക്കലാ. ഇയാൾ എത്രയും പെട്ടെന്ന് പിടികൂടണം. അതാണ് നമ്മളെ ആവശ്യം. നാട്ടുകാരെല്ലാവരും ആവശ്യം. പിന്നെ പുറത്ത് വിടാൻ പാടില്ല. പിടികൂടിയാൽ മാത്രം പോരാ. അവന് എത്രയോ തവണ പിടികൂടിയതാണ്. പിടികൂടിയാൽ മാത്രം പോരാ, പുറത്ത് വിടരുത്. അവനിവിടെ ഉള്ളതുകൊണ്ട് നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ഒരു ഉപകാരമില്ല. പിന്നെ എന്തിനാ അവിടെ വിട്ടിട്ട്? ദോഷം മാത്രമല്ല, ഭയങ്കര ദോഷം. അതുകൊണ്ട് ഓനെ ഇവിടെ പുറത്ത് വിടാൻ ഞങ്ങൾക്ക് യാതൊരു ആവശ്യമില്ല. അവനക്കെതിരെ കേസ് കൊടുക്കാൻ ഒരാൾക്കും ധൈര്യമില്ല. അവൻ അത്രയും ശക്തനാണ്, അത്രയും സ്വാധീനം ചെലുത്തിയിട്ടാണ് അവനിവിടെ നടന്നു പോണത്. അവനൊന്ന് കേസ് കൊടുത്താൽ അടുത്ത ദിവസം അവരും കേസ് കൊടുത്തവരെ മുഖത്ത് നോക്കിയിട്ട് പുച്ഛിച്ച് നടക്കുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനു മുമ്പും ഒരു കേസിൽപ്പെട്ട് റിമാൻഡ് കഴിഞ്ഞ് അല്പ ദിവസം മുമ്പാണ് ഇയാൾ പുറത്തിറങ്ങിയതെന്നാണ് പോലീസും സൂചിപ്പിച്ചിരുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് ഇയാളെ കണ്ടുപിടിച്ച് ഇയാളെ പിടികൂടി അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് കുടുംബത്തിൻ്റെയും ആവശ്യം. ഈ നാട്ടിൽ പ്രധാനമായി ലഹരി വിതരണം ചെയ്യുന്നത് ഈ സനലാണെന്ന് പോലീസിനും മനസ്സിലായിട്ടുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് പിടികൂടണം എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത്. അക്ഷയ്ക്കൊപ്പം വി സോണകൃഷ്ണ, റിപ്പോർട്ടർ, തിരൂർ.